റഷ്യൻ ആകാശത്ത് ഒരു നിഴൽ യുദ്ധം നടന്നു. ആരും അറിയാതെ ഒരു ചിലന്തി വല പോലെ യുക്രൈൻ റഷ്യയെ കുടുക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നിൽ എയുടെ ഒരു അദൃശ്യ ശക്തിയുണ്ട്. മാസങ്ങളോളം ആരും അറിയാതെ അതീവ രഹസ്യമായി യുക്രൈൻ ഒരുക്കിയ ദൗത്യം ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്നായിരുന്നു അതിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധമുള്ള റഷ്യയെ എങ്ങനെയാണ് ഇവർ ആക്രമിച്ചത്? അവരുടെ തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങളായ TU-95, TU-22 കൂടാതെ നിർണായകമായ A-50 റഡാർ നിരീക്ഷണ വിമാനങ്ങളും യുക്രൈന്റെ കണ്ണിൽപ്പെട്ടു. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യഥാർത്ഥ നായകനാകുന്നത്. യുക്രൈൻ വികസിപ്പിച്ചെടുത്ത അധിഷ്ഠിത FPV ഡ്രോണുകൾ, ബ്രേവ് 1 എന്ന യുക്രൈനിയൻ ഡിഫൻസ് ക്ലസ്റ്റർ വികസിപ്പിച്ചെടുത്ത ഗോഗോൾ M പോലുള്ള ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. മനുഷ്യന്റെ സഹായമില്ലാതെ കിലോമീറ്ററുകളോളം സ്വയം സഞ്ചരിച്ച് ലക്ഷ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. GPS സഹായം പോലുമില്ലാതെ തത്സമയ വീഡിയോ ഡാറ്റ പ്രോസസ് ചെയ്ത് വിമാനങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും സ്വയം കണ്ടെത്താൻ AI ഇവരെ പ്രാപ്തരാക്കി. ഓപ്പറേഷൻ സ്പൈഡർ വെബ് ലോകത്തെ ഞെട്ടിച്ചു. ഈ ഡ്രോണുകൾ റഷ്യൻ വ്യോമതാവളങ്ങളിലെ 41ഓളം യുദ്ധവിമാനങ്ങളെയാണ് തകർത്തത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ ബോംബിംഗ് ശേഷിയുടെ 34% ഈ ആക്രമണത്തിൽ നഷ്ടമായെന്ന് യുക്രൈൻ അവകാശപ്പെടുന്നു. ഏകദേശം $7 ബില്യൺ നഷ്ടമാണ് റഷ്യക്ക് ഇത് വരുത്തിവെച്ചത്. വെറും ആയിരക്കണക്കിന് ഡോളർ മാത്രം ചിലവുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തി. ഇത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ്. ഇത്രയും ശക്തിയുള്ള ഒരു ആയുധമായി മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടോ? യുദ്ധങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യൂ.